ഹായ് അനു. Oh, hi. വന്നിട്ട് ഒത്തിരി നേരമായോ? Just now. എന്തിനാ എഴുന്നേറ്റുന്നത്? ടു ഷോ റെസ്പെക്ട്. എനിക്ക് അത്രയും പ്രായമൊന്നുമില്ല. Come on, sit. രണ്ട് കാര്യങ്ങൾക്കാണ് ഞാനിപ്പോ ബാംഗ്ലൂരിൽ വന്നത്. ഒന്ന്, കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക്. കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വീട്. രണ്ട്, വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് റെഡിയാക്കണം. അതിന് അനുവിന്റെ നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? എന്താ വിഷയം? വിഷയം ഒരു പൊടി. എന്റെ വിഷയം, ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അറിയാനൊന്നുമില്ല, സ്വന്തം അഭിപ്രായം പറഞ്ഞാ മതി. അനുവിനെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഠമായി പ്രണയിക്കുകയാണ്. അയാൾ മിടുക്കനാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു പരിധിവരെ സുന്ദരനുമാണ്. അതിഗാഠമാണ് അയാളുടെ പ്രണയമെന്ന് ഓർക്കണം. അനു അയാളെ സ്വീകരിക്കുമോ? എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയാലല്ലേ? That's a good question. ഒരു വീഴ്ച. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത്. കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ എന്നും സുരക്ഷിതയായിരിക്കും. ഈ ഇയർ റിംഗ്സ് അസലായിരിക്കുന്നു. എവിടുന്നാ വാങ്ങിയത്? ഡോക്ടർ, കംഫർട്ടബിൾ ആയിട്ടിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ? ആ വിളിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് ശാന്താറാം. ശാന്തേട്ടാ എന്ന് വിളിക്കാം. എന്റെ അമ്മൂമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു. അതുകൊണ്ടൊരു ഫീമെയിൽ നെയിമായിട്ട് തോന്നുന്നു. ഡോക്ടർ വേണ്ടെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാം. അങ്കിൾ വേണ്ട. ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ഒരു അധോലോക ഗുണ്ട. ഡോക്ടറും ഗുണ്ടയോ ആയിട്ട്? അത് പറയാം. ആ ഗുണ്ട പിന്നെയും വിളിക്കുന്നു. ഇവനൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. അനുവിന് ഞാൻ കാണിച്ചു തരാം. എടാ ഭാർഗവ, നിന്റെ ഗുണ്ടായുസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ഇഡിയറ്റ്സിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാകൂടാ. ഡോക്ടർ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഡോക്ടർ അല്ല ഞാൻ, നിന്റെ കാലനാ. എങ്കിൽ കാലൻ എവിടെയാ ഉള്ളത്? പറയാൻ മനസ്സില്ലെങ്കിലോ? ഒന്ന് പറയൂ കാല. ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കാനാ. ഓ, താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടോ? കോമഡി പറയുന്നവന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നിന്റെ കൈ ഞാൻ വെട്ടൂടാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ. അടിയനൊരു പാവമാണേ. കോൺഫറൻസ് എങ്ങനെ നടക്കുന്നു? ഉടനെ തീരുമോ? കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തീർക്കൂടാ. നീ ആരാ ചോദിക്കാൻ? ഏതാ അങ്ങയുടെ മുൻപിൽ ഒരു പെണ്ണിരിക്കുന്നത്? കോൺഫറൻസ് എന്ന് പറഞ്ഞ് മറ്റേ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഭാർഗവൻ സാറ്. സാർ, ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സിസ്റ്ററാണ്. അനു, ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ. കരണ്ട് ഭാർഗവൻ സാറ് എന്ന് പറഞ്ഞാ അറിയാത്ത ആരുമില്ല. അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു. പറ്റിയാൽ ഫോൺ വിളിക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്കിൽ പുറപ്പെടാം ഭാർഗവൻ സാറേ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. നിന്റെ കുടലെടുക്കൂടാ വന്നിന്ന്. എല്ലാത്തിനും മാപ്പ്. നമുക്ക് ഇന്ന് തന്നെ ചികിത്സ തുടങ്ങാം. എന്നെ തെറി വിളിച്ച ആ നാക്ക് ഞാൻ ആദ്യം അരിഞ്ഞെടുക്കൂടാ റാസ്കൽ. എന്നിട്ട് മതി ചികിത്സ. ഞാൻ 1000 വട്ടം മാപ്പി വയ്ക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്. അണ്ണപ്പാ, മാരിയപ്പനെ പറയില്ല, വണ്ടി വേഗം വിട്ടേ.
വലത്തോട്ട് അന്നപ്പാ വണ്ടി റിവേഴ്സ് വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? കാർഗിൽ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയുണ്ടല്ലോ സിയാച്ചിൻ, ലഡാക്ക്, കാശ്മീർ, അവിടെയൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളിലും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാധാരണ ജീവിതം എന്തായാലും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. മാരിയപ്പൻ എന്നെ ഒതുക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. അല്ല, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു വെടിയെങ്കിലും ആ മാരിയപ്പനെ നേരെ വെച്ചില്ലല്ലോ. മുതുമുത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റ് പോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്. ഓ, നിങ്ങൾക്കുണ്ടോ മുതുമുത്തശ്ശന്മാരൊക്കെ? ഞങ്ങൾ പിന്നെ കൂണ് പോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാണോ? തന്നെയുണ്ടല്ലോ എന്റെ അണപ്പല് താൻ അടിച്ചു തെറിപ്പിക്കുമല്ലേ? താൻ ചതിക്കുമെന്നുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെയാടോ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നത്. സംഗതിയുടെ ഗൗരവം ഇപ്പൊ മനസ്സിലായല്ലോ. കാട്ടിലുള്ള കുടിപ്പക തീർക്കാൻ മാരിയപ്പനും സംഘവും നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവനെ നേരിടണമെങ്കിൽ എന്റെ ചികിത്സ ഇപ്പൊ ഈ നിമിഷം തുടങ്ങണം. അവധി പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാന്ന് വിചാരിക്കണം. മനഃശാസ്ത്രത്തെ പറ്റി ഇയാൾ എന്താ മനസ്സിലാക്കിയത്? കൂടുതൽ സംസാരിക്കേണ്ടെന്നാ പറഞ്ഞത്. സംസാരിക്കാതെ എങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്? എന്റെ പ്രശ്നങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞില്ലടോ. അതല്ല മിസ്റ്റർ, ഇയാളുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയണം. പറയാലോ. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് ഞാൻ ജനിച്ചത്. എന്റെ തന്ത സ്കൂൾ അധ്യാപകനായ ഒരു നാറിയായിരുന്നു. പുറത്ത് ഖാതറിട്ട് നടക്കുന്ന ഗാന്ധിയനായ ഒരു ആദർശ പുരുഷൻ. വീട്ടിലെത്തിയ ഭാര്യയും മക്കളും തല്ലലാണ് അയാളുടെ ഹോബി. ഇന്ത്യയിലെ 1-ാം നമ്പർ ആദർശ പുരുഷനാകാൻ വേണ്ടിയാണ് എന്നെ അയാൾ തല്ലിയത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ചു തല്ലി നാട് വിട്ടു. തന്തയെ തല്ലിയവനായതുകൊണ്ട് പിന്നെ ആരെയും തല്ലവനായി. ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഖോരഗ്പൂരിൽ വെച്ച് നാട്ടിലുള്ള റസാഖിനെ കണ്ടപ്പോഴാ തന്ത വടിയായ വിവരം അറിഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളയും പോയി. ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ പെങ്ങളൊരുത്തിന്റെ പേരിലാണ് തന്ത എഴുതി വെച്ചിരുന്നത്. പാതി എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഒടുക്കം അളിയന്റെ കാലിനൊരു വെട്ടുവെട്ടി വെടിവാൾ കൊണ്ട്. അങ്ങനെ പിന്നെ നാട് വിട്ടു. എന്തിനധികം പറയുന്നു. കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി. ആ അവസ്ഥയ്ക്കാ ഇപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് കുറെയൊക്കെ പുളുവടിയല്ലേടോ. എന്ന് വെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല. എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരുമോ? കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണ് എന്ന് തീർത്ത് പറയാൻ നോക്കുകയല്ല. ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നുന്നു. മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ ഭാഷയായിട്ട് കണ്ടു നോക്കിയിട്ടുണ്ട്. പോയ ഉസിരി തിരിച്ചു വരും. പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവർ തുടങ്ങിയപ്പോ ഒരു 50 തവണ ഭാഷയിട്ട് നോക്കി, ഒരു മെച്ചവും കിട്ടിയില്ല. എങ്കിൽ പഴയ ഷോലെ ഒന്ന് കണ്ടു നോക്ക്. അതും കണ്ടതാ. സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ. അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ്. കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. സാർ, ഇങ്ങോട്ടിരിക്കാം. ഞാൻ വിനോദിനോട് പറയുകയായിരുന്നു, എന്റെ കുറെ ഉപദേശം കൊണ്ട് നാളെ തന്നെ കേരളത്തിലെ കഞ്ചാവ് മാഫിയെ തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഒന്നാമത്തെ കാര്യം, AK-47 അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങളുടെ വൻ ശേഖരവുമായിട്ടാണ് നിങ്ങളെ അവർ കാട്ടിൽ കാത്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് പൊട്ടാത്ത പഴയ തോക്കുകളും കൊണ്ട് നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയല്ല സാർ. സഫീഷ്യന്റ് ആയിട്ടുള്ള ആംസ് ആൻഡ് അമ്നേഷൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഈ ഏർപ്പാടിന് ഞങ്ങളെ കിട്ടില്ലെന്ന് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൊള്ളാം. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആരും മുഷിയരുത്. ഞാൻ ഇതേ ഓഫീസിലെ SP-യുടെ കസേരയിൽ ഇരിക്കുമ്പോൾ പല റെയ്ഡുകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ സബോർഡിനേറ്റ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്ലാനിങ്ങിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ മാഫിയയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കൂട്ടത്തിലും അങ്ങനെയുള്ളവർ ഉണ്ടാകില്ല എന്ന് വിനോദിന് ഉറപ്പുണ്ട്. പിന്നെ ഫോറസ്റ്റിലെയും എക്സൈസിലെയും ചില ഉദ്യോഗസ്ഥർ. എല്ലാവരും അത്തരക്കാരാണെന്ന് ഞാൻ പറയില്ല.
കഞ്ചാവ് ലോബിക്ക് ഒത്താശ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. ആദ്യം ചിന്തിക്കേണ്ട വിഷയം ഇതൊക്കെയാണ്. ഇതെല്ലാം മറികടന്ന് വേണം നിങ്ങളുടെ ദൗത്യം വിജയിക്കാൻ. പണാധിപത്യമുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ സ്വാഭാവികമാണ് സർ. പക്ഷേ ശമ്പളവും വാങ്ങി വെറുതെ ഇരിക്കേണ്ടി വരുന്നതിനുള്ള അപമാന ബോധം, രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഞങ്ങളുടേതായ ചെറിയൊരു പങ്ക്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറച്ചുപേരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ട് സർ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്തൊക്കെയായാലും നമ്മുടെ നാട് പുരോഗതിയിലേക്കുള്ള കാൽവെപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ മേഖലയിലും ആ മാറ്റങ്ങൾ കാണാനുമുണ്ട്. നമ്മുടെ പരിധിയിൽ വരുന്ന കാടുകളിൽ കറണ്ട് ഭാർഗവൻ, ഐസക് ജോൺ, മാരിയപ്പൻ, നായിഡു, ഇവരൊക്കെ വർഷങ്ങളായി ആർക്കും പിടിക്കാൻ പറ്റാതെ വിലസുകയാണ്. ഇവരെയൊക്കെ തെളിവുകളോടെ പിടികൂടാൻ നമുക്ക് കഴിയണം. കാടുമായുള്ള സാറിന്റെ ദീർഘകാലത്തെ പരിചയവും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവച്ച ഞങ്ങൾക്കത് വലിയ സഹായമായിരിക്കും. തീർച്ചയായും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം. വിഷ് യു ഓൾ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ഇത് നമ്മുടെ ജോസഫ് മാത്യുവിന്റെ മകളല്ലേ? അതെ സർ. അച്ഛനെ പറ്റി വല്ല വിവരവും കിട്ടിയോ മോളെ? ഇല്ല സർ, അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ. സോഫിയുടെ അമ്മ മെന്റൽ ഡിപ്രഷൻ കാരണം ചികിത്സയിലാണ് സർ. ഈസ് ഇറ്റ്? ഞാൻ അറിഞ്ഞില്ല. അമ്മ എവിടെയാണുള്ളത്? വീട്ടിൽ തന്നെ അകത്തിട്ട് പൂട്ടിയിട്ടാ ഞാൻ വല്ലപ്പോഴും പുറത്തിറങ്ങുന്നത്. ഹൗ സാഡ്. കണ്ടില്ലേ വിനോദ്, ജോസഫ് മാത്യുവിന്റെ സത്യസന്ധതയ്ക്ക് കിട്ടിയ പ്രതിഫലം? ഡിപ്പാർട്ട്മെന്റിലെ ഒരു ജീവനക്കാരൻ മിസ്സായിട്ട് ഫലപ്രദമായ എന്തെങ്കിലും നടപടി ആരെങ്കിലും എടുത്തോ? ഹോം മിനിസ്റ്റർക്ക് വരെ നിവേദനങ്ങളും പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് സർ. അതൊക്കെ പതിവ് രീതികൾ. മോള് വിഷമിക്കാതിരി. എനിക്ക് എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമോ ആ വഴിയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കാം. ഡോണ്ട് ലൂസ് യുവർ കറേജ്. വി വിൽ ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ചേട്ടത്തി, ഓ ഈ ബാഗ് എടുത്ത് അകത്ത് വെച്ചോളൂ. ശരി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫോൺ ചെയ്യുന്ന നീ ഇക്കാര്യം മാത്രം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സത്യത്തിൽ ഞാൻ മറന്നുപോയതേട്ടാ. എക്സാമിന്റെ തിരക്കുണ്ടായിരുന്നല്ലോ. ഡോക്ടറെ ഭാർഗവൻ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണോ? ബാംഗ്ലൂരിൽ ഭാർഗവന്റെ കൂടെ ഡോക്ടർ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞോ? ഇല്ല, പിന്നീട് ഫോൺ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് നാളെ തന്നെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്യണം. നാളെ തന്നെയോ? അപ്പൊ ഒട്ടും വിശ്രമമില്ലെന്നർത്ഥം. പഠിത്തം, പരീക്ഷ, ജോലി. പക്ഷെ ന്യൂസ് പ്ലസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ചില്ലറ കളിയൊന്നും പോരാ. ഹാർഡ് വർക്ക് ചെയ്യണം. ഏത് ജോലി ഇപ്പൊ വളരെ ചലഞ്ചിങ് ആണല്ലോ. മാസി, സിമ്പതി തുടങ്ങിയ വാക്കുകളുടെ സ്ഥാനത്ത് ഇപ്പൊ ഒറ്റ വാക്കേ ഉള്ളൂ: റിസൾട്ട്. റിസൾട്ട് ഉണ്ടാക്കില്ലെങ്കിൽ യു ആർ ഔട്ട്. തുടക്കത്തിൽ തന്നെ എഡിറ്ററെ ഞെട്ടിക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞെട്ടിക്കാന്ന് വെച്ചാ? സെൻസേഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫീച്ചർ. അത് ജെനുവിൻ ആയിരിക്കണമല്ലോ. പുറകെ നടന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വിഷയം ഞാൻ തരാം. എന്ത് വിഷയം? ഈ കറണ്ട് ഭാർഗവൻ തന്നെ ഒരു വിഷയമല്ലേ? ജോസഫ് മാത്യുവിന്റെ തിരോധാനം, കഞ്ചാവ് മാഫിയയുടെ നീക്കങ്ങൾ എല്ലാം വെച്ചൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ വരും. ചിലപ്പോ പോലീസിന്റെ ജാഗ്രത കൂട്ടാനും അത് സഹായിച്ചെന്ന് വരും. ആ വരൂ വിനോദ്. റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ശരിയായെന്ന് ഇന്ന് കാലത്ത് അമ്മ പറയുന്നത് കേട്ടു. അന്നതാ ആ ജനലിൽ കൂടി അകത്തെന്താ നടക്കുന്നത് അറിയാൻ ഒളിഞ്ഞു നോക്കിയാ ഞാൻ. അപ്പോഴാ ഭാർഗവന്റെ സിംഗിനെ വെടിവെച്ചത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കാര്യത്തിന് അഭിനന്ദിക്കാൻ വന്നയാൾ എന്തിനിവിടെ വെടിവെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കൊള്ളാം. മേലോട്ട് വെച്ച വെടിയിൽ ചെറിയൊരു ഷാൻലിയർ ഉണ്ടായി പൊട്ടി വീണത് ഞാനല്ലേ പിറക്കുന്നത്. ഡോക്ടർ മറന്നുപോയാ? ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭാർഗവൻ എന്തോ കാര്യത്തിന് ഡോക്ടറുടെ പുറകെയാണ്. ബാംഗ്ലൂർ പോയപ്പം അവിടെയും ഭാർഗവന സംഘവും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവിചാരിതമായി. അല്ല, ആദ്യം അയാൾ ഫോൺ ചെയ്തു, പിന്നീട് അയാൾ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമ ദൃക്സാക്ഷിയാണല്ലോ. അനുപമ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഡോക്ടർ, ഞാൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് ജോസഫ് മാത്യുവിന്റെ ഭാര്യയും മകളും വന്നില്ലേ? അന്ന് തന്നെയാണ് ഭാർഗവനും വന്നത്. എങ്കിൽ ഞാൻ ഇനി സത്യം പറയാം. ജോസഫ് മാത്യുവിന്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കാൻ പാടില്ല എന്ന് കറണ്ട് ഭാർഗവൻ പറഞ്ഞു. രോഗികളെ ചികിത്സിക്കൽ ഡോക്ടറുടെ കടമയാണ്, പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ശരിയാണ്, അങ്ങനെയാണ് വെടിവെപ്പൊക്കെ ഉണ്ടായത്.
അവരെ ചികിത്സിച്ച ഭാർഗവൻ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഭാർഗവനോട്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവനാ. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇയാൾ എന്താണോ പിച്ചും പയ്യും പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെയും കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി. കറണ്ട് വേണ്ട. എടുക്കണ്ട എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. എങ്കിൽ 4 തെരുവന്റെ കാര്യം. ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നും കൂടെ വരണ്ട, ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് ഭാർഗവനെ. എന്നെ വിശ്വസിക്കൂ, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്ന പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. By passing electric current through gases at very low pressure in a discharged tube proved clearly that an atom was a ഹലോ, നർക്കോട്ടിക് സെല്ലിലെ വിനോദ് കുമാർ എന്റെ ചേട്ടനാണ്. ബാംഗ്ലൂരിൽ പഠിക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഇവിടെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്തു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പേര് അനുപമ. സോഫയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? രണ്ടു ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പക്ഷേ ഒരു പക്ഷേയില്ല, ഇപ്പൊ തന്നെ നമുക്ക് പോണം. ഞാൻ കുട്ടികളെ അയച്ചിട്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആങ്സൈറ്റി ന്യൂറോസിസ് ആണിത്. ആക്ച്വലി ചികിത്സിക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവനെ നെർവസ് ആക്കുകയാണ്. എന്തായാലും നാളെ തന്നെ കൊണ്ടുവരും. ഞാൻ വെൽക്കം. ചികിത്സിച്ച് ലോകത്തുള്ള ചികിത്സയായി ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ. ഫോൺ വിളി വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെത്തി? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. താങ്ക് യു. ഞാൻ നിക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഇസ് അനുപമ, ബ്രൈറ്റ്, ബ്രില്യന്റ്, ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം. അപ്പോ ഞാൻ ബാംഗ്ലൂരിൽ വന്നതൊക്കെ അനു ചേട്ടനോട് പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞ് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല. ഭാർഗവൻ ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് അയാളുടെ കുറച്ച് ഫോട്ടോസ് വേണം. എന്തിന്? എന്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടി ഈ ഭാർഗവന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവള് പലതവണ ഇയാളെ കണ്ടിട്ടുമുണ്ട്. ഭാർഗവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവളെ വിശ്വസിക്കുന്നില്ല. ആ ഭാർഗവൻ തന്നെയാണോ ഈ ഭാർഗവൻ എന്നറിയാൻ അവൾക്ക് നിർബന്ധമായും ഫോട്ടോ കാണോത്ര. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഇല്ലല്ലോ അനു. വിചാരിച്ച 1-2 എങ്കിലും എടുത്തു തരാൻ കഴിയില്ലേ? അത് അയാള് സമ്മതിക്കോ? വേറെന്തെങ്കിലും കാരണം പറഞ്ഞാ മതി. പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ. ഒരു വഴിയുണ്ട്. ഓ, ഹലോ, ഡോക്ടർ രാജാറാമാണ്. അല്ല, ശാന്താറാമാണ്. അതായത് നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ, ഏത് ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിന് ഞാനൊരു പുതിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ. ഒരു പുതിയ മെത്തേഡ് പരീക്ഷിക്കാനാ. എനിക്ക് വിവിധ ഭാവങ്ങൾ പകർത്തണം, എന്നിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ.
അനു എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനെങ്ങനെ നോ എന്ന് പറയും? താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു. അങ്ങനെ തുറച്ചു നോക്കണമെന്നില്ല. ഡോക്ടർക്ക് എന്റെ എല്ലാ ഭാവങ്ങളും പഠിക്കാമല്ലോ എന്ന് കരുതിയാ. ഇങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഭാവം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല. ആ കാലെടുത്ത് വീപ്പയുടെ മുകളിൽ വെച്ചോളൂ. ബോഡി അങ്ങോട്ട്, മുഖം ഇങ്ങോട്ട്. അത് തന്നെ. ഇനി ആ മരം ചാരി നിന്നിട്ടൊരു പോസ. ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ. ആണോ? ആണോടെ കണ്ടപ്പ സിനിമ നടന്മാരും തോറ്റു. പറഞ്ഞിട്ടെന്ത് കാര്യം? പല്ലുപോയ സിംഹമല്ലേ ഞാനിപ്പോ. ഡോക്ടറെ, എന്തായാലും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ എന്റെ കേസ് സീരിയസ് ആയിട്ട് എടുത്തല്ലോ. എന്ന് ചികിത്സ തുടങ്ങാം? അതിപ്പോ നോക്കട്ടെ, ഞാൻ ചിലപ്പോ ഒരാഴ്ച. അത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ഓരോ കോപ്പി എനിക്കൂടെ തരണം. ബോറടിച്ചിരിക്കുമ്പോ എടുത്ത് നോക്കാമല്ലോ. ജബ്ബാറെ, ഡോക്ടറെ കൊണ്ട് വിട്ടോ. വാ. സംഗതി ആകെ കുളവായിരിക്കുവാണ്. ആ ഡോക്ടർ നമ്മളെ ചതിക്കുമായിരുന്നു. എന്തുണ്ടായി? അയാൾ ഫോട്ടോ എടുത്തത് അണ്ണന്റെ ഭാവങ്ങൾ പഠിക്കാനാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ആ ഫോട്ടോ ആഴ്ചപ്പതിപ്പി കൊടുത്തിരിക്കുന്നു. അണ്ണൻ ജോസഫ് മാതിനെ കൊന്നു കാണുമെന്നും ഈ കഞ്ചാവ് വീരനെ പോലീസ് എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കും. നമസ്കാരം. അത് പറഞ്ഞില്ലേ? ക്ഷമിക്കണം, ഞാൻ വൈകിയോ? ഇല്ല സാർ, സമയമാകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ, രാമനാഥ് സാർ ഞങ്ങളെ. അറിയാം. പ്രസിഡൻസി ക്ലബിലെ ഒരു മീറ്റിംഗിൽ വെച്ച് നമ്മളൊരിക്കൽ കണ്ടിട്ടില്ലേ? ഡോക്ടറിന്റെ ഓർമ്മശക്തി അപാരമാണല്ലോ. അങ്ങോട്ടിരിക്കാം സാർ. വരൂ. കേട്ടോ ഡോക്ടർ, പോലീസ് ട്രെയിനിങ് കോളേജിൽ എത്രയോ പേരെന്റെ ശിഷ്യന്മാരായിരുന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും വിനോദാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വിനോദിനും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിചാരം. ഇവന്റെ ഈ മോതിരമാറ്റ ചടങ്ങിന് ആദ്യം അവൻ ക്ഷണിച്ചത് എന്നെയാണ്. ഡോക്ടറെ, ഡോക്ടറെ, ചതിയ, വഞ്ചക, എന്നെ പറ്റി അനാവശ്യം എഴുതിക്കാൻ അതാണ് എന്റെ ഫോട്ടോ എടുത്തതല്ലേ? ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ആരെങ്കിലും ചത്തോ? എന്താ നിങ്ങക്ക് വേണ്ടത്? ആ, ഇത് നമ്മുടെ നാർക്കോട്ടിക് അല്ലേ? കഞ്ചാവ് പിടിക്കാൻ കാട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെയും കണ്ടില്ലല്ലോ. ഓ, അത് ശരി. താനും ഡോക്ടറും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചത്? ഇവിടെ ഒരു ചടങ്ങ് നടക്കാണ്. ഇവിടേക്ക് നിങ്ങളെ ആരും ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചെടുത്ത് ഞാൻ പോവുകയില്ല, ക്ഷണിക്കാത്തടത്ത് പോവുകയും ചെയ്യും. ആ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്ക്. അയാളുടെ ഭാവി ഇന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങണം മിസ്റ്റർ. ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി വിടും. എങ്കിലാവുന്നു കാണണമല്ലോ. കാണണ്ടോ? ഇറക്കി വിടറോ, ഇറക്കി വിട്. ഇറക്കി വിട്. നശിച്ചവനെ, നീ എന്ത് പണിയാടാ ഒപ്പിച്ചത്? ഏതവനാടാ അത്? അത് ആകെ കൂടെ അലങ്കോലാക്കിയല്ലോ എന്റെ ഈശ്വര. എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനഃശാസ്ത്ര ഡോക്ടറാണ് പറയുന്നത്. പുറത്തേക്ക് വാ.
അങ്ങനെ പെങ്ങളുടെ മോതിരം മാറൽ ഭംഗിയായിട്ടങ്ങ് നടന്നു. ഈ കണിയാന്മാരെ വേണം തല്ലി എല്ലൊടിക്കാൻ. വ്യാഴാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം. ആ മുഹൂർത്തത്തിലാ ഈ ധൂമകേതു വന്നു കയറിയത്. അതൊരു കിഴങ്ങും കണിയാനും പറഞ്ഞില്ല. എന്റെ ജാതകത്തിലാണെങ്കിലോ അടുത്ത 5 കൊല്ലത്തേക്ക് വച്ചടി കയറ്റം. ഇതാണോ കയറ്റം? പിണ്ണാക്ക്. ആ ജാതകവും ജാതകം എഴുതിയവനെയും ചുട്ടുകരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പോയി. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ മാരണത്തെ എന്റെ ജീവിതത്തിലോട്ട് കെട്ടിയെടുക്കുമായിരുന്നു. എന്തിനാണോ വീട്ടിൽ കയറി വന്ന് ഈ ചടങ്ങ് കലക്കി കളഞ്ഞത്? എടോ, തന്നോടാ ചോദിച്ചത്. ഞാനിതിപ്പോ എവിടെയാ? താനിപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. ഗാന്ധിജി, നെഹ്റു ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമല്ലേ ഇത്? ഞാൻ എങ്ങനെ ഇതിനകത്തെത്തി? ഡോക്ടറല്ലേ? അല്ല, ഒരു വഴിപോക്കനാ. അല്ല, ഡോക്ടർ തന്നെ. ദ്രോഹി. എന്റെ ഫോട്ടോ എടുത്തത് പത്രത്തിൽ കൊടുക്കാനായിരുന്നല്ലേ? ആരാടോ ഈ അനുപമ ശിവദാസൻ? അവൾ ഇനി എന്നെ പറ്റി എഴുതാനൊന്നും ബാക്കിയില്ല. അതോ താൻ തന്നെ എഴുതിട്ട് വേറെ പേര് വെച്ചാണോ? എനിക്കിപ്പ അറിയണം. തന്നെ പറ്റി ഞാൻ എന്താ എഴുതാൻ? എനിക്ക് വേറെ പണിയില്ലേ? എന്റെ ഫോട്ടോ എങ്ങനെ പത്രക്കാർക്ക് കിട്ടി? അത് ഫിലിം വാഷ് ചെയ്യാൻ സ്റ്റുഡിയോയിൽ കൊടുത്തിരുന്നു. അവിടെ നിന്ന് ചോർന്നതാവും. ഏത് സ്റ്റുഡിയോ? എന്റെ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന അലിയുടെ കൈവശ ഞാൻ ഫിലിം കൊടുത്തയച്ചത്. എന്നിട്ട് അലി എവിടെ? അലി ഇന്ന് രാവിലെ മരിച്ചുപോയി. ഭാർഗവനോട് കളിക്കരുത്. ഹലോ, ഭാർഗവനാണ് സർ. എന്ത്? മാരിയപ്പനോ? എപ്പോ? എനിക്കറിയാം സർ. എനിക്കറിയാം സർ. ഇല്ല സർ, ഇപ്പൊ തന്നെ പുറപ്പെടാം സർ. സർ, കണ്ണപ്പാ, ഇത് ഭാർഗവന്റെ നാടാ. സംഗതി ആകെ കുഴപ്പമായിരിക്കുക. ഒട്ടും നേരമില്ല. ഏറിയാ 10 മിനിറ്റ്. അതിനുള്ളിൽ നമ്മുടെ ആളുകളെല്ലാം സ്ഥലത്തെത്തിയിരിക്കണം. എല്ലാവരും എത്തിയോളൂ. ശിവൻകുട്ടിയും കുഞ്ഞുമോനും തോമാച്ചനും ഒക്കെ എല്ലാരും ആയി. എന്നാ കേട്ടോളൂ, സംഗതി ആകെ ഗുരുതരാവസ്ഥയാ. 20 കോടിയോളം വില വരുന്ന നമ്മുടെ കഞ്ചാവ് ചാക്കുകൾ ആ ചെറ്റ മാരിയപ്പനും സംഘവും കടത്തിയിരിക്കുക. പുലിപറ്റപ്പാറ, അനങ്ങാക്കൊല്ലി, ചാമുണ്ടിക്കടവ്, പൂതംകുന്ന്, ഈ 4 വഴി കൂടിയായിരിക്കും മാരിയപ്പൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. രക്ഷപ്പെടുന്നതിന് മുമ്പ് മാരിയപ്പനെ പിടിച്ചില്ലെങ്കിൽ ചാമുണ്ടിക്കടവ് ഭാഗത്ത് പോലീസ് ശല്യമുള്ളതുകൊണ്ട് ആ വഴി സാധ്യതയില്ല. പൂതംകുന്നിലെ പുഴയിൽ വെള്ളം കയറിയതുകൊണ്ട് ആ വഴി കൂടിയും രക്ഷപ്പെടില്ല. എങ്കിൽ പിന്നെ മറ്റു 2 സ്ഥലങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടനെ നീങ്ങണം. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എടുത്തോളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ബോംബില്ല തോക്കില്ല എന്ന് പറഞ്ഞു കളയരുത്. ഇയാളൊന്നും വന്നേ. എന്റെ കൈയും കാലും കടന്ന് പറിക്കുന്നു. മാരിയപ്പൻ ഞാൻ എങ്ങനെ നേരിടും? അവൻ ചില്ലറക്കാരനല്ല. വേറെയും കുറെ പേരുണ്ടല്ലോ. ഭാർഗവം പോകണ്ട, അവരെ അയച്ചാ പോരെ? ഞാൻ പോകാതെ വല്ല തിരിച്ചറിയും സംഭവിച്ച സമാധാനം പറയേണ്ടവൻ ഞാനാ. ആരോട്? മുകളിലുള്ളവരോട്. അതാരാന്ന് ചോദിച്ചത്? അതാരോടെന്ന് അറിഞ്ഞാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണോ? ഭാർഗവന്റെ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം എന്റെ കയ്യിലില്ല. പെട്ടെന്ന് വേണമെന്നില്ല. ഫോറസ്റ്റിൽ എത്തുന്നവരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. അതിന് ഫോറസ്റ്റിലേക്ക് ഞാൻ വരുന്നില്ല. താൻ വരുന്നുണ്ടല്ലോ. വരുന്ന പ്രശ്നമേ ഇല്ല. താൻ വരും. തന്നെ ഞാൻ കൊണ്ടുപോകൂടോ. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽഫലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ വഴിയില്ല. കണപ്പാ കേറ്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാം. ഇറങ്ങിക്കോ. കാട്ടിനകത്തോട്ട് കയറിയ പിന്നെ കുടിക്കാനൊന്നും കിട്ടുകയല്ല. ആ, എല്ലാവർക്കും ഒരേ ചായ എടുക്ക്.
ജബ്ബാറെ, കടമ്പ, ഡോക്ടർ എവിടെ? പോയി നോക്കണം. കണ്ണപ്പ, ജബ്ബാറിന്റെ ആളിവിടെ ഉണ്ട്. പിടി, പിടിയാണ്. കിട്ടി കിട്ടി, ആളെ കിട്ടി. അയാളെന്തിനാ നമ്മുടെ കൂടെ വരുന്നത്? അയാള് നല്ല ഒരു ഡോക്ടറാ. എനിക്കൊരു ചെറിയ പനിയുണ്ടല്ലോ. പിടിവിട് പിടിവിട്. എന്തിനാ ഓടിയത്? ഞാൻ എന്നും ഓടാറുണ്ടല്ലോ. ഇതിന് പെങ്ങളുടെ മോതിരം മാറലായതുകൊണ്ട് ഓടാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യത്തിന് ഓട്ടം കിട്ടി. ശരി, അപ്പൊ നമുക്ക് പുറപ്പെടാം. ഭാർഗവൻ, ഇപ്പൊ കണ്ടോടോ ഡോക്ടറെ ഞങ്ങളുടെയൊക്കെ ജീവിതം. ആത്മധൈര്യം ഇല്ലാത്തവനോട് ഒരു രക്ഷയില്ലടോ. എനിക്ക് ആത്മധൈര്യം ഉണ്ടാക്കി താടോ കിഴങ്ങ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ചാവും. ധൈര്യം എന്താണോ? സാമ്പാറോ അവിയലോ മറ്റാണോ പറയുമ്പോ ഉണ്ടാക്കി തരാം.
താൻ എന്ത് പിണ്ണാക്കാടോ അമേരിക്ക പോയി പഠിച്ചത്? ബില്ലാദിനെ കൊണ്ടുപോവാ, ബുഷിനെ കൊണ്ടുപോവാ, എല്ലാവന്റെയും വട്ടുമാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ ഭാർഗവ. മാത്രമല്ല പഠിച്ചതുമല്ല ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധൈര്യം വേണ്ടി കിട്ടിയില്ലെങ്കിൽ നീ ജീവിതമില്ല. ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ ഭാർഗവ. ഫ്രോയിഡിനും യൂങ്ങിനും മനഃശാസ്ത്രത്തെ പറ്റി എത്ര പുസ്തകം വേണമെങ്കിലും എഴുതാം, അവർക്കാർക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ ഭാർഗവ, പ്രായമായ അമ്മയുണ്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചേക്കണം, വയസ്സുകാലത്ത് എനിക്കും കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിപ്പോയി. കൈവിട് ഭാർഗവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഭാർഗവ. ഭാര്യപ്പനെ വിടരുത്. ദൈവമേ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അവസാനമായിട്ട് ചോദിക്കാം, എനിക്ക് കാഞ്ചി വലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യ തണ്ടയിലുണ്ടോ? കാഞ്ചി വലിക്കണമെങ്കിൽ കാഞ്ചി വലിക്കാന്നുള്ള വിദ്യയുള്ളൂ. എന്റെ കൈ വിറയ്ക്കുന്ന താൻ കാണുന്നില്ലല്ലോ. കൈ വിറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കേസ് പഠിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതിനൊക്കെ ഇനി എപ്പോഴാണോ സമയം? എല്ലാം കഴിഞ്ഞില്ലേ? രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ വെടിവെച്ചില്ലേ? അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാൻ എന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു, 1-2 കൊണ്ടു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു.